പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ഇടതുപക്ഷ സർക്കാരിനെ ഒരു കാരണവശാലും വിമർശിക്കരുത്. കാര്യം അത്രയും പാവങ്ങളാണ്, അത്രയും നല്ല മനുഷ്യരാണ്. കാരണം അവരെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. കാരണം എനിക്കൊരു വലിയ തെറ്റ് പറ്റി. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഞാൻ ഒരു വണ്ടി എടുത്തു, ഇപ്പോൾ ലാസ്റ്റ് ഒരു മിനി കൂപ്പർ എടുത്തായിരുന്നു. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ വിചാരിച്ചു കൊട്ടാരക്കരയിൽ നമ്പർ 1 എടുക്കാം, ഒരാഗ്രഹം. അങ്ങനെ ആ 1-ാം നമ്പറിന് വേണ്ടിയിട്ട് ഞാൻ 1 ലക്ഷം രൂപ അടച്ചിട്ടുണ്ടായിരുന്നു. ലേലം വിളിയാണ് വന്നത്. ലേലം വിളിയിൽ ഞാനും നമ്മുടെ ജല്ലിക്കെട്ട് സിനിമയുടെ പ്രൊഡ്യൂസർ അദ്ദേഹം 1 നമ്പർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹമായിട്ടായിരുന്നു ലേലം വിളി സംഭവിച്ചത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം വിളിച്ചു. അങ്ങനെ ഒരു 2 ലക്ഷത്തിന് മുകളിലേക്ക് വിളിച്ചപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ വിട്ടുകൊടുത്തു. ഒന്നാമത്തെ കാര്യം, ഈ 1 എന്ന് പറയുന്നൊരു നമ്പർ എടുക്കാൻ വേണ്ടിയിട്ട് 0001 എന്ന് എഴുതുന്നതിനോട് താല്പര്യമില്ല. അപ്പം ഞാൻ വിചാരിച്ചത് 1-ന് ബുക്ക് ചെയ്ത് എടുക്കുകയും 1 തന്നെ എഴുതുകയും ചെയ്യണം. കാരണം ഈ ഗവൺമെൻറ് കാണിക്കുന്നത് ശരിയല്ല. അത് കേന്ദ്രമായാലും കേരളമായാലും എനിക്ക് അതിനോട് യോജിപ്പില്ല. ജനങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഒരു ഫാൻസി നമ്പർ എടുക്കുമ്പോൾ ആ ഫാൻസി നമ്പർ അവൻ അടിച്ചു വയ്ക്കാനുള്ള അനുമതി കൊടുക്കണം. അല്ലാതെ 1 എന്ന് പറയുന്ന നമ്പർ മേടിച്ചിട്ട് 0001 എന്ന് പറയുന്ന സെക്യൂരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിനുമായി നാറി ഏർപ്പാടാം. അപ്പോൾ അതൊന്ന് പറയണമെന്നും വെച്ചൊരു കാര്യമാണ്. കാരണം ഈ മനുഷ്യരുടെ കയ്യിൽ നിന്ന് മൊത്തം ഇത്രയും കാശ് മേടിച്ച് വെച്ചിട്ട് വൻ ലേലം വിളിയാണ് നടക്കുന്നത്. ഇപ്പം നമ്മൾ കൊച്ചിയിൽ 7,77,700 രൂപയ്ക്കാണ് 7-ാം നമ്പർ പോയത്. പക്ഷേ 7-ാം നമ്പർ മേടിച്ചവൻ അടിച്ചു വയ്ക്കുന്നത് എന്താ? 000007 എന്ന് പറഞ്ഞിട്ടാണ് അടിച്ചു വയ്ക്കുന്നത്. ഇപ്പം നമ്മൾ ദുബായിലായാലും മസ്കറ്റായാലും പുറത്തേത് രാജ്യങ്ങളിലായാലും ആ നമ്പർ എടുക്കുന്നവൻ ആ നമ്പർ അങ്ങനെ അടിക്കുമ്പോഴും അവനാന്നല്ലോർത്തും കാശ് മുടക്കി എടുക്കുന്നത്. അപ്പോൾ 2,000 പോട്ടെ, അത് ഈ കൂട്ടത്തിൽ ഞാനൊന്ന് പറഞ്ഞു വിട്ടു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ നാറി ഏർപ്പാടിനോട് നമുക്ക് യോജിപ്പില്ല. അപ്പോൾ ഈ പൈസ അടച്ചിട്ട് ഏകദേശം ഇപ്പോൾ 2 മാസത്തോളമായി 1 ലക്ഷം രൂപ അടച്ചിട്ട്. സാധാരണ പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പൈസ അടച്ചിട്ട് നമ്മൾ പുതിയ നമ്പർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന പൈസ തിരിച്ചു തരുന്ന ഒരു മാന്യമായ ഏർപ്പാട് ഒരുവിധപ്പെട്ട എല്ലാ ഗവൺമെൻറ്റുകളും കാണിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. പക്ഷേ നമ്മുടെ ഈ മഹാമനസ്കതയുള്ള മാനവികതയുടെ അങ്ങേയറ്റമായ പൈസയ്ക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത കാര്യം, നിപ്പിൽ ക്ലബ് ഹൗസിൽ ചിലവാക്കിയ പൈസയ്ക്ക് കയ്യും കണക്കുമില്ല. ഈ പറയുന്ന തെമ്മാടിത്തരങ്ങൾ മൊത്തം കാണിക്കാനെങ്കിൽ ഒരു പ്രശ്നമില്ലാത്ത നമ്മുടെ ഗവൺമെൻറ് ഇഷ്ടം പോലെ പൈസ ഉണ്ടാണല്ലോ ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് മൊത്തം അവരുടെ സ്വന്തം കാര്യങ്ങൾക്കും സ്വന്തം നേട്ടങ്ങൾക്കും വേണ്ടി മാത്രം. അപ്പം ഞാൻ 2-3 പ്രാവശ്യം ആർ ടി ഓഫീസിൽ ഇങ്ങനെ വിളിച്ച് ചോദിച്ചു, ഇതെന്താണ് ഈ പൈസ കൃത്യമായിട്ട് വരാത്തത്? അപ്പം ഖജനാവിൽ 5-ന്റെ പൈസ എടുക്കാനില്ല എന്ന് പറയുന്നതാണ് അവർ പറയുന്നത്. അവർ കള്ളം പറയുന്നതായിരിക്കും. കാര്യം ഈ കേരളത്തിൽ ആർ ടി ഓഫീസ് ഭരിക്കുന്നത് BJP ആണെന്നാണ് ഞാനിപ്പോൾ കിട്ടിയേക്കുന്ന ഒരു പുതിയ ഇൻഫർമേഷൻ. കാര്യം അതുകൊണ്ടാണ് ആർ ടി ഓഫീസിലെ പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞേക്കുന്നത്. എന്തായാലും ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് അവരിങ്ങനെ പറഞ്ഞു, പൈസ തരാൻ അവരുടെ കൈ പൈസ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ട്രഷറിയുടെ ഫണ്ടിലെങ്ങാനും പോയി നിന്നിട്ട്. നാണമില്ലാടാ നാറികളെ വല്ലവൻ്റെയും. കാരണം നമുക്ക് ഇങ്ങോട്ട് തരാനുള്ള പൈസയല്ല, നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് മേടിച്ച് വെച്ച പൈസയാണ്. ആ പൈസ സമയത്ത് തിരിച്ചു തരാനില്ലെങ്കിൽ നിനക്കൊക്കെ നാണവും മാനവും ഇല്ലാതെ നമ്മളിപ്പം നമ്മളെ കയ്യിൽ നിന്നൊരുത്തം കടം മേടിച്ചുകൊണ്ട് പൈസ പോയിട്ട് അളിയാ അടുത്ത ആഴ്ച പൈസ തരാം എന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയി. അടുത്ത ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുമല്ലോ. അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് അവൻ തന്നില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് തന്നില്ലെന്നുണ്ടെങ്കിൽ അത് 1 മാസമായാൽ, അത് 1.5 മാസമായി കഴിഞ്ഞാൽ നമ്മൾ തരാത്തവനെ നമ്മളെന്തോ വിളിക്കും? അല്ലെങ്കിൽ നിങ്ങളെന്തോ വിളിക്കും? നിങ്ങളിനി ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ, നിങ്ങളെന്തോ വിളിക്കും? അത് ഇവരെ ഇപ്പന്മാരെ ബോത്ത് നോക്കി വിളിക്കേണ്ട വിളിയല്ലേ? ഇവരുടെ ഔദാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ 5 പൈസ ചോദിച്ചില്ലല്ലോ. നമ്മുടെ കയ്യിൽ നിന്ന് ഇതിപ്പോൾ ഞാനിത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, പറയാൻ തീരുമാനിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. കേരളത്തിൽ ഇതുപോലെ ഗവൺമെന്റിന്റെ കയ്യിൽ കാലക്കേട് കൊണ്ട് പൈസ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്ത ഒരുപാട് മനുഷ്യരിവിടെ ഉണ്ട്. അപ്പം ഞാൻ ലാസ്റ്റ് ആർ ടി ഓഫീസിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഏതെങ്കിലും പാവങ്ങൾക്ക് വല്ല പെൻഷൻ കൊടുക്കാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടാണ് താൽക്കാലികമായിട്ട് ഇതുപോലെ നമ്മുടെ പൈസ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് വിഷമമില്ല. പക്ഷേ വീണാ വിജയന് ഹൈക്കോടതിയിൽ കേസ് വാദിക്കാൻ വേണ്ടി 27 ലക്ഷം രൂപ കൊടുക്കാൻ എൻ്റെ കൈ പൈസ ഇല്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകള് ഗവൺമെന്റിന്റെ ഒരു അതോറിറ്റിയുടെ ഭാഗമല്ല. അപ്പം അവരുടെ ഒരു പ്രശ്നം വരുമ്പോൾ അത് വാദിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ഗവൺമെന്റ് പൈസ അനുവദിക്കേണ്ട യാതൊരു കാര്യമില്ല. ചോദിക്കാൻ നട്ടുറപ്പില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ ഇത് ഒരു ഭാഗത്ത് കിടക്കുമ്പോഴാണ് ഇന്ന് രാവിലെ ഞാനൊരു വാർത്ത കാണുന്നത്, ലൈസൻസ് പ്രിന്റ് ചെയ്യാൻ കാശില്ല. ലൈസൻസ് കൃത്യസമയത്ത് കിട്ടാത്തത് കൊണ്ട് പല ജോലിക്കും കയറാൻ പറ്റാത്ത ചെറുപ്പക്കാർ ധാരാളം പേർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എന്നൊരു വാർത്ത ഇന്ന് രാവിലെ കണ്ടപ്പോഴാണ് എനിക്ക് എൻ്റെ ഭാഗത്ത് വലിയ തെറ്റുണ്ടെന്ന് മനസ്സിലായത്. ലൈസൻസ് പ്രിന്റ് ചെയ്യുന്നില്ല, RC ബുക്ക് ഇതുവരെ കിട്ടുന്നില്ല, RC ബുക്ക് പ്രിന്റ് ചെയ്യാൻ കാശില്ല. ഒന്ന് ആലോചിച്ച് നോക്കുന്നത്, എന്ത് ഗതികെട്ട അവസ്ഥയിലൂടെയാണ് സത്യത്തിൽ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരോട് ആരോടും ചോദിച്ചു, ഇവർ ഉടനെ പറയും, കേന്ദ്രം ഞങ്ങളെ ഇട്ട് പിഴിയുകയാണ്, ഞങ്ങൾക്ക് തരാനുള്ള പൈസ. ഇതാണ് ഇവരുടെ മറുപടി. കഷ്ടമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കും വിഷമം തോന്നിപ്പോയി. ഈ കേന്ദ്രം കാണിക്കുന്ന ഒരു മര്യാദകളുണ്ടല്ലോ, ഒരു സംസ്ഥാന സർക്കാരിനെ ഇങ്ങനിട്ട് പിഴിയാൻ പാടുണ്ടോ? അപ്പോൾ അതൊന്ന് അന്വേഷിക്കാമെന്ന് വെച്ചു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ എന്തോ 53,000 കോടി രൂപയിലധികം റവന്യൂ ഡെഫിസിറ്റ് ഞങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കിട്ടാനുള്ളത് ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങളുടെ MLA ബാലഗോപാലേ, അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ് കിട്ടാനുള്ള കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താ?
എടാ 53,000 കോടി രൂപ 5 വർഷം കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞത് നേരത്തെ എച്ചിപ്പറക്കി അങ്ങ് മേടിച്ച് കോവിഡാണ്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് ഇത്ര തരണം, മറ്റേത് തരണം, കിട്ടാനുള്ള പൈസ മുഴുവൻ പലപ്പോഴായിട്ട് മേടിച്ചു. ഇനി അതിൻ്റെ തന്നെ വളരെ കുറച്ച് പൈസ കണ്ടേ ബാക്കിയുള്ളൂ. അതായത് വളരെ ലളിതമായി ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ നിങ്ങൾക്ക് മാസാമാസം ഓരോ ലക്ഷം രൂപ വെച്ച് ഒരു വർഷം 12 ലക്ഷം രൂപ തരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഒരു വർഷം എത്ര തരണം? 12 ലക്ഷം രൂപ തരണം. നിങ്ങൾ ആ 1 ലക്ഷം രൂപ, അതായത് ഞാൻ എൻ്റെ കണക്കൂട്ടൽ ഞാൻ എല്ലാ മാസവും 1 ലക്ഷം രൂപ വെച്ച് നിങ്ങൾക്ക് തരാം. അങ്ങനെ 12 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് തരാം. ആ 1 ലക്ഷം രൂപ എല്ലാ മാസവും തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് ആദ്യത്തെ ഒരു മാസം 1 ലക്ഷം കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ പിടിച്ചിട്ട് പറഞ്ഞു, സാറേ അതേ മൊത്തത്തിൽ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെയാണ്, കഴിഞ്ഞ മാസം അങ്ങനെ വന്നു, വീട്ടിലെ പശു അങ്ങ് ചത്തുപോയി, പിന്നെ ഒന്നും പറയണ്ട, നമ്മളെ മച്ചിടിഞ്ഞ് വീണു, ഇടിമിന്നലേറ്റ് 2 തെങ്ങ് കരിഞ്ഞു, മാടയാ കോടയാന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടും പരിഭവങ്ങളും എന്നോട് പറയുന്നു. സാർ ഒരു കാര്യം, എന്തായാലും സാർ ഒരു വർഷം കൊണ്ട് 12 ലക്ഷം തരാമെന്ന് പറഞ്ഞല്ലേ, അതിലൊരു 3 ലക്ഷം ഇപ്പോൾ ഞാൻ തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഞാൻ വിചാരിക്കും എന്തായാലും കൊടുക്കാമെന്ന് പറഞ്ഞാലേ പുല്ല് കൊടുത്തേക്കാം, നമ്മൾ ഈ 3 ലക്ഷം കൊടുക്കുന്നു. തൊട്ടടുത്ത മാസം ആയപ്പോഴത്തേക്ക് വീണ്ടും വിളിക്കുകയാണ്, ഇവിടെ 5ന്റെ പൈസ എടുക്കാനില്ല, പിന്നെ നമ്മുടെ ഇവിടെ ഗൃഹനാഥൻ ഒന്നും ചോർത്തൻ കയറിയിരിക്കണം, അവനെ മണ്ണിനും ചുള്ളാമിനും കൊള്ളത്തില്ല, അവന് ഷൂ എന്ന് ഒപ്പിടാൻ മാത്രമേ ഇവൻ അറിയത്തുള്ളൂ, അവനല്ലാതെ ഇവനൊന്നും അറിയത്തില്ല. പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഒരുത്തന്നെ സകല കള്ളത്തരങ്ങൾ കാണിച്ച് വെട്ടിലായി, അവൻ ഇപ്പം ജയിലില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ബാക്കി ചില്ലറയും കൂടെ തരണം. അങ്ങനെ നമ്മളിത് കൊടുത്തു 5 മാസം ആയപ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങ് പിടിച്ചു പറിച്ച് മേടിച്ചു. അങ്ങനെ 6-ാം മാസം 7-ാം മാസം ആയപ്പോഴത്തേക്ക് വീട്ടിൽ താമസിക്കുന്നവർക്കൊന്നും ഒരു കൂടെയും കൊടുക്കുന്നില്ല. ചോദിക്കുമ്പോഴത്തേക്ക് പറയുന്നത്, ആ അഖില് നാറ് ചതിച്ചതാ, അവൻ മാസാമാസം പൈസ തരാമെന്ന് പറഞ്ഞത് തന്നിട്ടില്ല, അവൻ ഇതുവരെ കഴിഞ്ഞ മാസം 3 ലക്ഷം തന്നു, ഈ മാസം തന്നിട്ടില്ല, അതിന് അടുത്ത മാസം നമുക്ക് തരുമോ നമുക്ക് ഉറപ്പില്ല. കഴിഞ്ഞ മാസം 3 ലക്ഷം കൊടുക്കാന്നല്ല പറഞ്ഞത്, ഒരു വർഷം ഇത്ര കൊടുക്കാമെന്നായിരുന്നു ഞാൻ പറഞ്ഞത്, പക്ഷേ നമ്മുടെ തലയിലേക്ക് കൊണ്ടുവയ്ക്കും. ഇത് വളരെ ലളിതമായി ഞാൻ പറഞ്ഞതാണ്. ഇതാണ് കേന്ദ്രത്തിന്റെ മേളിൽ ഇവർ പഴിചാരിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു റിയാലിറ്റി. ഇത് ഞാൻ പറഞ്ഞതല്ല. നിയമസഭയിൽ വളരെ കൃത്യമായി മാത്യു കുഴൽനാടനും റോജിയും ജോണും വളരെ മനോഹരമായ രീതിയിൽ വിഷയങ്ങളെ വിഷയാധിഷ്ഠിതമായി അവതരിപ്പിച്ചുകൊണ്ട് നിയമസഭയിൽ പ്രതിപക്ഷം പറഞ്ഞ മറുപടിയാണ്. അണ്ണാക്കിനകത്ത് നമ്മളെ നല്ല ഒന്നാന്തരം ആപ്പടിച്ച് കയറ്റിയിരിക്കുന്നിടക്കിരിക്കുകയായിരുന്നു പല ആൾക്കാരും. മറുപടിയില്ല. പിന്നെ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കാനും പറയാനും ഇവരെ പോലെ കഴിഞ്ഞ് ലോകത്താരുമുള്ളൂ. സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് ഇവരാണെന്ന് ഈ അടുത്ത സമയത്ത് കോടിയേരിയുടെ ഒരു പഴയ പ്രസംഗം ഞാൻ കേട്ടു. ഇന്ത്യക്കാരൻ ലേബർ പാർട്ടിയാണല്ലോ ലോകത്തിൽ ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നത്. അപ്പോൾ ലേബർ പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാ? ലേബർ, കമ്മ്യൂണിസ്റ്റ്, തൊഴിലാളി വർഗം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അധികാരം തന്നു. ഇങ്ങനെ പാവങ്ങളെ മുഴുവൻ പറഞ്ഞു പറ്റിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ടും ജനങ്ങൾക്ക് സത്യം അറിയാനുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായതുകൊണ്ടും പലപ്പോഴും ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയുന്നതാണ് സത്യം. അതുകൊണ്ട് ഈ ആകെ കൂടിയിട്ട് 3000 ചില്ലോനം കോടി രൂപയാണ് യഥാർത്ഥത്തിൽ കേന്ദ്രം ഇവർക്ക് കൊടുക്കാനുള്ള പൈസ. അത് തന്നെ പാർട്ടീഷൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്ത മേഖലകളിലാണ്. അതായത് യൂണിവേഴ്സിറ്റി കൊടുക്കാനുള്ള ശമ്പളം ഉൾപ്പെടെ പല 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 മേഖലകളിലെ ചെറിയ ചെറിയ പൈസകളെല്ലാം കൂടെ സ്വരുക്കൂട്ടിയിരുമ്പോൾ ഈ ഒരു പൈസ. പക്ഷേ ഗവൺമെന്റിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നുള്ളത് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്ന, സർക്കാരുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന സമസ്ത മേഖലയിലെ സമസ്ത മനുഷ്യരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. KSRTCയുടെ കേസെടുത്തു കഴിഞ്ഞാൽ KSRTCക്ക് കാക്കി വന്നെന്നും ശമ്പളം വന്നില്ലെന്നും കഴിഞ്ഞ ദിവസം എന്നോട് സുഹൃത്ത് സംസാരിക്കണ്ടായി. അപ്പം ഇത് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് മനുഷ്യരുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് മേടിച്ച പൈസയെങ്കിലും സമയത്ത് തിരിച്ചു കൊടുക്കാൻ കഴിയണം. അതിന് മുഖ്യമന്ത്രിക്ക് വണ്ടി മാറാനും ക്ലബ് ഹൗസിൽ ലിഫ്റ്റ് വയ്ക്കാനും ക്ലബ് ഹൗസിൽ മറ്റേത് ചെയ്യാനും നവകേരള സദസ്സ് ചെയ്യരുതെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഒരു ഗവൺമെന്റ് നവകേരള സദസ്സ് ചെയ്യണം. അത് ചെയ്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്, നിങ്ങൾ അതുകൊണ്ട് എന്താണ് കേരളത്തിലെ എത്ര ജനങ്ങൾക്ക് കൊടുത്തതെന്ന് പറയണം. അല്ലാതെ 3 ലക്ഷം രൂപ കടക്കാരൻ അവിടെ വന്ന് രസീത് കൊടുക്കുമ്പോഴത്തേക്ക് വണ്ടിക്കൂലിക്ക് പോലും ചിലവാകാത്ത 500 രൂപ അനുവദിച്ച് കൊടുക്കുന്നതല്ല മര്യാദ. ഉമ്മൻചാണ്ടി സർക്കാർ ഇതാണെങ്കിൽ ജനസമ്പർക്ക പരിപാടി നടത്തിയ സമയത്ത് 10,000 15,000 വെച്ച് മിനിമം വരുന്നൊരുത്തിന് കൊടുത്തിട്ടുണ്ട്. അതും ചിലവായിട്ടുണ്ട്, ശരിയാണ്. 50 ലക്ഷവും 60 ലക്ഷവും ഒക്കെ തന്നെ ചിലവാക്കി തന്നെയാണ് ജനസമ്പർക്കം നടത്തി, ഞാൻ യോജിക്കുന്നു. പക്ഷേ ജനങ്ങൾക്ക് ഗുണമുണ്ടായിരുന്നു. അതവിടെ രാജാവിനെ പോലെ ഇരുന്നത്, ഒരു ഭൃത്യനെ പോലെയാണ് ഇരുന്നത്, ജനങ്ങളിൽ ഒരുവനായിട്ടാണ് ഇരുന്നത്. എനിക്ക് വളരെ അനുഭവമുള്ളൊരു കാര്യം പറയാം. കൊല്ലം ജനസമ്പർക്ക പരിപാടി നടക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ, നമ്മൾ അത്ഭുതത്തോടെ അയാളെ ആ മനുഷ്യനെ കാണാൻ പറ്റൂ. രാവിലെ മുതൽ രാത്രി 1 മണി വരെയാണ് കൊല്ലത്ത് നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഉച്ചയ്ക്ക് പീതാംബരക്കുറിപ്പാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അവിടെ രാഷ്ട്രീയ നേതാവ് തമാശ രൂപേണ, അതോ KC ജോസഫ് അന്നത്തെ മന്ത്രിയാണെന്ന് തോന്നുന്നു, ഇവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട്, അങ്ങേക്ക് ഒന്നുപോയി മൂത്രം ഒഴിക്കാം എന്ന് തമാശ രൂപേണ പറയുകയാണ്. കാരണം ആ നിന്ന നിപ്പിൽ അവിടെ നിന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ജനങ്ങളുമായി നേരിട്ട് സംബന്ധിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രി ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ഉച്ചയ്ക്ക് ഒരു ഓട്സ് മാത്രമാണ് അന്ന് ഈ കൊല്ലം ജനസമ്പർക്ക പരിപാടിയിൽ അദ്ദേഹം കഴിച്ചത് എന്നുള്ളത് അവിടെ പോയി രാവിലെ മുതൽ വൈകുന്നേരം എന്ന് നമുക്കറിയാം. ആ മുഖ്യമന്ത്രി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ജീവിച്ചിരുന്ന കേരളത്തിനിടെ ജീവിച്ചിരുന്ന ആ മനുഷ്യനെ അപഹസിച്ച് റോഡിലിട്ട് കല്ലെറിഞ്ഞ് ആക്ഷേപിക്കാൻ പറ്റുന്ന പരമാവധി ആക്ഷേപിച്ച് കൊണ്ടു നടന്ന് ശാപമായിരിക്കും. എല്ലാം അനുഭവിച്ചിട്ടേ ഇവരൊക്കെ മരിക്കും, പറയാതിരിക്കാൻ പറ്റില്ല.
പിന്നെ കേരളത്തിലെ ജനങ്ങളോട് ദയവ് ചെയ്ത് വ്യാജ പ്രചരണങ്ങളിൽ പോയി വീഴരുത്. അത്രയധികം പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്രയധികം പച്ചക്കള്ളങ്ങൾ. അപ്പം ഇതൊന്ന് പറയാമെന്ന് കരുതി, പറയാതിരുന്നിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. താങ്ക് യു. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.